മീനൊക്കെ വിറ്റുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് നമ്മളിപ്പോൾ തട്ടുകട സെറ്റപ്പിലെത്തി. തട്ടുകടയാണ്. കുഞ്ഞ് ദേ ഇവിടെ കിടപ്പുണ്ട്. അവൾ ഫുഡ് റെഡിയാകുന്നത് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിച്ചിട്ട് പോകാൻ. നോക്കണം, മഴ പെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റാവും. മഴയ്ക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്നാലോ എന്നിങ്ങനെ ആലോചിക്കുവാണ്. അപ്പോൾ കുഞ്ഞി സെറ്റാണ്. ഈ ഷെഡിൻ്റെ അകത്ത് കിടന്ന ഒരു സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു കുഴപ്പമില്ല, ആരും വരുവോ ഇല്ല, ഒന്നുമില്ല. ഇവിടെ ചുരുണ്ടുകൂടി അങ്ങ് കിടന്നാൽ മതി. ഈ തട്ടുണ്ട്, ഇത് കണ്ടോ, ഇതുപോലെ ഇത് മുള വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവത്തേൽ കിടന്നങ്ങ് ഉറങ്ങാം. അല്ലേ കുഞ്ഞി, ഇവിടെ കിടക്കാം അല്ലേ? ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്യാറ്റിൻകര രൂപതയിലെ ഏറ്റവും പ്രശസ്തമായൊരു തീർത്ഥാടന ദേവാലയത്തിലാണ് നമ്മളായിരിക്കുക. ഇത് വ്ളാത്താങ്കര സ്വർഗാരോപിത മാതാ ദേവാലയം എന്ന് പറയപ്പെടുന്നു. ഈ നെയ്യാറ്റിൻകര രൂപത എന്ന് പറയുന്നത് ഈ തെക്കൻ ഈ തിരുവനന്തപുരം തെക്കൻ ഈ കേരളത്തിൽ അവിടെ കുറച്ചുകൂടെ സുവിശേഷ പ്രഘോഷണവും നമ്മളുടെ രൂപതാ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു രൂപതയാണ്. 25 വർഷത്തോളം ഈ രൂപതയിൽ വന്നിട്ട്. പക്ഷേ ഈ ദേവാലയം എന്ന് പറയുന്നത് ഈ രൂപതയിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയമാണ്, ഏറ്റവും വലിയ ദേവാലയമാണ്. 250 വർഷത്തിലേറെ വിശ്വാസ പാരമ്പര്യമുള്ളൊരു ദേവാലയമാണ്. മുമ്പ് ഇവിടെ വന്ന മിഷണറിമാർ, നമ്മളിത്തെ മിഷന്മാർ വഴി അങ്ങനെ രൂപപ്പെട്ട ഒരു ദേവാലയമാണ്. ഓഗസ്റ്റ് 6 മുതൽ 15 വരെയാണ് ഇവിടെ തിരുനാൾ, ഈ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ നടക്കപ്പെടുക. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട്. നമ്മുടെ ക്രൈസ്തവർ മാത്രമല്ല, ഒരുപാട് മറ്റ് മതസ്ഥർ ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു അത്ഭുത സാന്നിധ്യമുള്ള ഒരു പള്ളി. അതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടക പള്ളി എന്ന് പറയുന്നത്. അമ്മപ്പള്ളി എന്നറിയപ്പെടും. വ്ളാത്താങ്കര അമ്മ എന്നൊക്കെ ഈ ഇടവക അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ദൈവിക ചൈതന്യമുള്ള സാന്നിധ്യമുള്ളൊരു ദേവാലയമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങൾ, അവരുടെ വേദനകളൊക്കെ അവർക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദേവാലയമാണ്. അപ്പോൾ ഇവിടെ വരുവാൻ സാധിക്കുന്നവർക്കെല്ലാം ഇവിടെ വരുവാനായിട്ടുള്ള അവസരമുണ്ട്. പ്രാർത്ഥിക്കുവാൻ, കുമ്പസാരിക്കുവാൻ, മറ്റ് പലവിധമായിട്ടുള്ള പ്രാർത്ഥനയുടെ ആത്മീയയുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സാധിക്കുന്ന എല്ലാവരും ഈ ദേവാലയം സന്ദർശിക്കുവാനും തീർത്ഥാടനം നടത്തുവാനും സാധിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി വരണം. പ്രത്യേകമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇത് വ്ളാത്താങ്കര, നമുക്കിവിടെ വ്ളാത്താങ്കര പള്ളിക്ക് വേണ്ടി തന്നെ ബസ് റൂട്ടുകളുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഉദയങ്കര വന്ന് ഉദയങ്കരയിൽ നിന്നിട്ട് നമുക്ക് വ്ളാത്താങ്കര ബസ് എടുത്ത് വരാവുന്നതാണ്. അതോടൊപ്പം ഇന്ന് അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ പോലും പോകണ്ട ബൈപ്പാസ് വഴി പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് കയറാവുന്നത്. ബൈപ്പാസ് വഴി ബസ് സർവീസ് ഒന്നും ആരംഭിച്ചിട്ടില്ല, പക്ഷേ ബൈപ്പാസ് വഴി തൊട്ട് അടുത്ത് നമുക്ക് കയറാവുന്നതാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ പൂവാറുണ്ട്, അതിപ്പോൾ മറ്റു സൈഡിൽ അങ്ങോട്ട് പോകുമ്പം കാഞ്ഞനകുളം, നെല്ലിമുട്, അങ്ങനെ അവിടെ നിന്ന് ഈ ബസ് സൗകര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ, ബസ് സൗകര്യത്തെക്കാളുപരി റോഡ് സൗകര്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് ഞാൻ വ്ളാത്താങ്കര പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെയാണ് കിടന്നത്. ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള അനുവാദം പള്ളിയിൽ നിന്ന് വന്ന്. വേറെ സൗകര്യങ്ങൾ ഈ പള്ളിയിൽ കുറവാണ്. പിന്നെ ഇവിടെയുള്ള സ്കൂളാണ്. സ്കൂളിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെയാണ് കിടന്നത്. നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ രാവിലെ തന്നെ യാത്ര തിരിക്കുകയാണ്. നമ്മൾ ബൈപ്പാസിൻ്റെ കട്ട് റോഡിൽ വന്നിട്ടുണ്ട്. ബൈ റോഡാണ്. ഇതിലേ പോയാൽ നമുക്ക് നെയ്യാറ്റിൻകര റോഡിലോട്ട് കയറാം.
അതായത് മലയോര ഹൈവേ. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പ്ലാത്താങ്കര പള്ളിയുടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്ദ്രാനന്ദ സ്വാമി, അരിയപ്പുറം ക്ഷേത്രത്തിൻ്റെയും മഠത്തിൻ്റെയും ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 1888 അരിയപ്പുറത്ത് ചരിത്രപ്രസിദ്ധമായ ശിവപ്രതിഷ്ഠ നടത്തിയത്. ഈ ക്ഷേത്രം കേരള നവോത്ഥാനത്തിൻ്റെ നാന്ദി കുറിച്ച ക്ഷേത്രവും കൂടിയാണ്. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ഗുരു എഴുതി വച്ചതും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം എന്ന് പറയുന്നത് ജാതി ഭേദവും മതവിദ്വേഷവുമില്ലാത്ത ഒരു മനുഷ്യരാശിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തെയാണ് ഒരു മാതൃകാ സ്ഥാനമായിട്ട് ഗുരു കണ്ടത്. ഇന്ന് നമ്മളുടെ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ലോകത്തെ എവിടെ നോക്കിയാലും അതിഭീകരമാണ്. വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രക്തപ്പുഴകളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പലമതസാരവും ഏകം എന്നാണ് മഹർഷിമാരായിട്ടുള്ള അറിവുള്ള ആളുകളുടെ നിഗമനം. എല്ലാ മതങ്ങളും ഈശ്വരനിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമ്പലം കൊണ്ടും പള്ളി കൊണ്ടും മോസ്ക് കൊണ്ടും ആരാധനാലയം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് അത് ആ രീതിയിലല്ല എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെ മൃദുലമായ വികാരങ്ങളെ, വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ മതങ്ങൾ തമ്മിലടിക്കുകയും ജാതികൾ തമ്മിൽ അടിക്കുകയും ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം മനുഷ്യനെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകും. തീർച്ചയായിട്ടും അതിനൊരു മരുന്നാണ്, അതിനൊരു ശരിക്കുമായിട്ടുള്ള ഉത്തമ ഔഷധമാണ് ഗുരുവിൻ്റെ ദർശനം. അരിയപ്പുറത്ത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് അറിവ് പകർന്നു കിട്ടുവാനുള്ള ഒരു കേന്ദ്രമാണ്. ഗുരു 1888 പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇവിടെ ഒരു സ്കൂള് ആരംഭിച്ചു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള മഹിതമായ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി തന്നെയാണ് അന്ന് ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചത്. മഹാകവി കുമാരനാശാനും ഭൈരവൻ ശാന്തി സ്വാമികൾ, ശിവലിംഗ സ്വാമികൾ ഇവരൊക്കെയായിരുന്നു ആദ്യത്തെ അധ്യാപകരായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് അത് CBSE സിലബസിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ള മഹിത സന്ദേശം ഗുരു നൽകുമ്പോൾ ഇവിടുത്തെ SNDP പ്ലാവിൻ്റെ ചുവട്, ഇവിടെയാണ് ആദ്യത്തെ യോഗം കൂടുന്നത്. അതിനുശേഷമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറ്റ് സംഘടനകൾ പോലും സംഘടിക്കുകയും ശക്തരാകുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1903 ഇവിടെ SNDP യോഗം, ആദ്യത്തെ യോഗം കൂടുന്നത്. കൂടാതെ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള ഭൈരവൻ ശാന്തി സ്വാമികൾ, കൂടാതെ കുമാരനാശാൻ കവിതകൾ രചിച്ചത്, പ്രത്യേകിച്ച് ചണ്ടാല ഭിക്ഷുകി, ഇങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് അരിയപ്പുറം പുണ്യക്ഷേത്രം. വനിതകൾക്ക് ആദ്യമായിട്ടൊരു സമ്മേളനം കൂടുന്നതും ഇവിടെ തന്നെയാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മയുടെ അധ്യക്ഷതയിലാണ് അരിയപ്പുറത്ത് ആദ്യത്തെ ഒരു വനിതാ സമ്മേളനം കൂടുന്നത്. കൂടാതെ മനുഷ്യന് തൊഴിൽ കൊണ്ട് പണം സമ്പാദിക്കണം, അവൻ്റെ നിത്യവൃത്തി കഴിയണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കയറുപിരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, വ്യവസായമൊക്കെ ഗുരു ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിലാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഭൈരവൻ ശാന്തി സ്വാമികളുടെ
സമാധി ആണ് വരാൻ പോകുന്നത് ഡിസംബർ 13. അന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ ദിവസം യതിപൂജ നടത്തുന്നുണ്ട്. ആളുകൾക്കതിൽ പങ്കെടുക്കാം. ഗുരു തപസ് ചെയ്ത 2 ഗുഹകൾ ഇവിടെയുണ്ട്. നെയ്യാറിൻ്റെ തീരത്ത് ഒരു ഗുഹയും കൊടിതൂക്കി മലയിൽ വേറൊരു ഗുഹയുമുണ്ട്. അവിടെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവർക്ക് ധ്യാനിക്കുവാനുള്ള ഒരു നല്ല സങ്കേതമാണ്. നദീതീരം എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ്. മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രവുമാണ്. കൊടിതൂക്കി മലയിലാണ് ഗുരു ബാലമുരുകനുമായി സംസാരിക്കുന്നത്. മലയിലേക്ക് മനോഹരമായിട്ടുള്ള പടവുകളുണ്ട്. കൂടാതെ അവിടെ ഒരു യോഗാധ്യാന മണ്ഡപം കേന്ദ്ര ഗവൺമെൻറ് പണി കഴിച്ച് തരുന്നുമുണ്ട്. അതുകൂടാതെ അരുവിപ്പുറത്ത് വരുന്ന ഭക്തജനങ്ങൾക്ക് ബലി തർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യം മഠത്തിലുണ്ട്. ദൂരദേശങ്ങളിൽ ശിവക്ഷേത്രമായതുകൊണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ബലിയിടുന്നതിനും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഹോമാദികളൊക്കെ നടത്തുന്നതിനുള്ള സൗകര്യവും അരുവിപ്പുറം ക്ഷേത്രമായിട്ട് മഠത്തിലുണ്ട്. അതെ, ഇവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരാണ്. കാട്ടാക്കട കള്ളിക്കാട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ കളി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കണ്ട് കയറി വന്നതാണ്. ആഹാ, അവർ കുറച്ച് പേര് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. കുഞ്ഞിക്ക് ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിയിൽ നമുക്ക് അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം കിട്ടിയിരിക്കുകയാണ്. ഇത് ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ വെള്ളം ഒഴുകുന്ന ഒരു പാലത്തിൻ്റെ കുറുകെ വെള്ളം ഒഴുകുന്നത് കണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്ത് നല്ല തണൽ മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു കവുങ്ങുന്തോട്ടവും തെങ്ങുന്തോപ്പവും ഒക്കെ നമുക്ക് മുൻപിൽ കാണാം. എന്നും നടക്കുന്ന പോലെ തന്നെ കടപ്പുറത്ത് പോയാലും മലയുടെ വേണ്ട ചെന്നാലും ഇവിടെ എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയാണ്.